എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ്. ഇന്നലെ മഴ പെയ്തപ്പോൾ ഞങ്ങളുടെ ഓമയ്ക്ക മരം ടപ്പേന്ന് താഴെ വീണു. വലിയ സങ്കടം തോന്നി, കാരണം അത് നിറച്ച് ഓമയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. പ്രദേശത്ത് ഒക്കെ എല്ലാ വീട്ടിലെ തൊടിയിലും ഒരു ഓമയ്ക്ക മരം ഉറപ്പായിട്ടും ഉണ്ടാവും. ഓമയ്ക്ക ചില സ്ഥലങ്ങളിൽ കപ്പളങ്ങ എന്നറിയപ്പെടും. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഓമയ്ക്ക എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇലകളും പൂവും ഫ്രൂട്ടും എല്ലാം തന്നെ കൂട്ടാൻ വയ്ക്കാനായിട്ട്, പലതരം കൂട്ടാൻ വയ്ക്കാനായിട്ട് യൂസ് ചെയ്യും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓമയ്ക്ക തോരൻ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ക്യാബേജ് ഇല്ലാത്ത സമയത്ത് ക്യാബേജ് വെക്കുന്ന പോലെ ഓമയ്ക്ക തോരനും വെക്കാൻ പറ്റും. പിന്നെ മോരുകറി ഉണ്ടാക്കാം. പരിപ്പ് വെച്ചിട്ട് പരിപ്പ് പപ്പയ കറി വയ്ക്കാം. ഫ്രൈ ചെയ്തൊരു മെഴുക്ക് പുരട്ടിയാക്കി എടുക്കാം. പിന്നെ പപ്പയ കോഫ്ത കറി, പപ്പയ എരിശ്ശേരി വയ്ക്കാം. പപ്പയ കൊണ്ട് അച്ചാറുണ്ടാക്കാം. പപ്പയ കൊണ്ട് മുളകൂശി ഉണ്ടാക്കാം. പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പപ്പയ ജ്യൂസ്, പപ്പയ ലഡ്ഡു, പപ്പയ മിൽക്ക് ഷേക്ക്, പപ്പയ ഹൽവ, ഇതൊക്കെ ഇതെണ്ണ ഉണ്ടാക്കാം അല്ലേ. പപ്പയ പുഡിങ് ഉണ്ടാക്കാം. പപ്പയുടെ ഇത് നീരെടുത്ത് സൂപ്പ് പോലെയും പപ്പയ സൂപ്പ് ഉണ്ടാക്കാം. പക്ഷെ എനിക്കൊന്ന് നോർത്തിലൊക്കെ പപ്പയ പറാത്തയൊക്കെ ഉണ്ടാക്കും. പപ്പയ പറാത്ത, പിന്നെ തായിൽ പപ്പയ സാലഡ്, അത് നല്ല ഒരു ഇതുള്ളതാണ്. പിന്നെ ടൂട്ടി ഫ്രൂട്ടിയിൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ടൂട്ടി ഫ്രൂട്ടി. ഇപ്പം ഡിസംബറൊക്കെ വരികയല്ലേ, ഇനി കേക്കൊക്കെ ക്രിസ്മസ് കേക്കൊക്കെ ഉണ്ടാക്കാം. ടൂട്ടി ഫ്രൂട്ടി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പപ്പയയിൽ നിന്ന് ഉണ്ടാക്കി വയ്ക്കാം. ഇത് പിന്നെ സൗന്ദര്യവർദ്ധകത്തിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. ബ്യൂട്ടി കെയറിൽ പപ്പയ ഫേസ് പാക്ക് വളരെ നല്ലതാണെന്ന് പറയും. പിന്നെ ഈ പപ്പയുടെ ഉള്ളിലുള്ള ആ സീഡ്, പപ്പയ സീഡ്സ്, അത് ഉണങ്ങി പൊടിച്ച് ഒക്കെ ഹെയർ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നൊക്കെ പറയും. പിന്നെ ഇതിനൊരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ടല്ലോ. അപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ്സ്, ആൻറ്റി ഓക്സിഡൻസ് ഒരുപാടുള്ളതായതുകൊണ്ട് നല്ലതായിരിക്കും നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഞാനിങ്ങനെ കൊച്ചിലെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് നമ്മുടെ വയറിന് കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ശമനത്തിന് വേണ്ടിയിട്ട് പപ്പയ നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പപ്പയ സീഡും ഡൈജഷന് നല്ലതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പപ്പയ ലീഫ് വെച്ചിട്ട് ചിലർ ജ്യൂസൊക്കെ കുടിക്കും എന്നൊക്കെ ഞാനിങ്ങനെ വായിച്ചു, പക്ഷേ എനിക്കറിയില്ല. പക്ഷേ ഇത് ഒരു പെസ്റ്റിസൈഡായിട്ട് യൂസ് ചെയ്യാം. അതായത് ഈ വെള്ളീച്ചയൊക്കെ വരുന്നതിനെയൊക്കെ ഈ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഇത് പെസ്റ്റിസൈഡായിട്ട് അതിൻ്റെ ലീഫിൻ്റെ ജ്യൂസ് എടുത്തിട്ട് യൂസ് ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് അധികം പൈസ ചിലവില്ലാതെ നമ്മൾ വീട്ടിൽ DIYs ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. പിന്നെ പപ്പയ ടൈപ്പ് 1 and 2 ഡയബറ്റീസുകാർക്ക് കഴിക്കാൻ പറ്റിയൊരു നല്ല ഐറ്റമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മളുടെ കണ്ണിനും നല്ലതാണ്. ഡ്രൈ സ്കിൻ മാറാനും നല്ലതാണിത്. അപ്പം പപ്പയ ഫേസ് പാക്കും, പപ്പയ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ള ഈ ചെടി വീട്ടിലുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. ഇതിൻ്റെ ഫ്ലവർ വെച്ചും ചിലർ ഇതിന് പറയുന്നത് ഈ ഡയബറ്റീസുകാർക്ക് കഴിക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പപ്പയ തോരൻ, പൂ വെച്ച് ചെറിയ തോരൻ ഉണ്ടാക്കി കഴിക്കാറുണ്ടെന്ന് പറയും. പക്ഷേ അപ്പോൾ ഇത്രയൊക്കെ തരുന്ന ഒരു ചെടി ഇന്നലത്തെ കാറ്റത്ത് തറയിൽ വീണപ്പോൾ എനിക്ക് അതിൻ്റെ മണ്ട മാത്രം ഒടിഞ്ഞ് താഴെ വീണത്. എനിക്ക് തോന്നുന്നു അതിന് ആ കായെല്ലാം കൂടെ താങ്ങാൻ വയ്യാഞ്ഞിട്ടായിരിക്കും അത് വീണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ വീഡിയോ. താങ്ക് യു.